ഹനുമാന്റെ അമരത്വത്തിന്റെ രഹസ്യങ്ങൾ. എന്തുകൊണ്ടാണ് ഹനുമാൻ അമരനായത്? പവിത്രമായ വാനരദേവനായ ഹനുമാൻ ഹിന്ദു പുരാണങ്ങളിലെ ഏറ്റവും ശക്തനും ആരാധിക്കപ്പെടുന്നതുമായ ദേവതകളിൽ ഒരാളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഹനുമാൻ അമരനായതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മരണത്തിനും പുനർജന്മത്തിനും വിധേയമായ മറ്റ് ദേവതകളിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് എന്താണ്? പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് ഹനുമാന്റെ അമരത്വം ലഭിച്ചത് ഭഗവാൻ ശിവന്റെ ഒരു വരപ്രസാദം കൊണ്ടാണ്. ബാലനായിരിക്കുമ്പോൾ അഞ്ജനയെ രക്ഷിക്കാൻ സമുദ്രം ചാടിയ ഹനുമാന്റെ ധീരതയിൽ മതിമേങ്ങിയ ശിവൻ അദ്ദേഹത്തിന് അമരത്വം നൽകി. ഈ ദിവ്യവരം കൊണ്ട് ഹനുമാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കുകയും നാഗരികതകളുടെ ഉയർച്ചയും പതനവും പ്രപഞ്ചത്തിന്റെ വികാസവും സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. മറ്റൊരു കഥ പറയുന്നത് ശ്രീരാമനോടുള്ള ഹനുമാന്റെ അചഞ്ചലമായ ഭക്തിയാണ് അദ്ദേഹത്തെ അമരനാക്കിയത്. രാവണനുമായുള്ള യുദ്ധത്തിൽ ഹനുമാൻ ശ്രീരാമനെ സേവിച്ചുകൊണ്ട് അസുരസേനയെ തകർത്തു. ഈ നിസ്വാർത്ഥ സേവനത്തിൽ പ്രസാദിച്ച രാമൻ ഹനുമാനെ അമരനാക്കി. ഈ കഥ നമ്മെ ഉപദേശിക്കുന്നത് നിഷ്ഠാവന്തരായ സേവനത്തിന് ദിവ്യമായ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നാണ്. ഹനുമാന്റെ അമരത്വം ലോകസന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. 3 ലോകങ്ങളുടെയും നിത്യപാലകനായി ധർമ്മത്തിന്റെ രക്ഷകനായി അദ്ദേഹം കരുത്തോടെ നിൽക്കുന്നു. മനുഷ്യബുദ്ധിക്ക് പുറമായ ആയുസ് അദ്ദേഹത്തെ ഭയമില്ലാതെ തന്റെ ധർമ്മം നിർവഹിക്കാൻ സഹായിക്കുന്നു. ഹനുമാന്റെ അമരത്വത്തിന്റെ രഹസ്യം ശിവനോടുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും രാമനോടുള്ള അജസ്രഭക്തിയുമാണ്. ധീരത, ശക്തി, നിസ്വാർത്ഥത എന്നിവയിലൂടെ അദ്ദേഹം നിത്യജീവിതം നേടി. ഈ പുരാണകഥകളിൽ നിന്നുള്ള ജ്ഞാനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിഷ്ഠാവന്തരായിരിക്കാനും ഉന്നതിയിലേക്ക് പ്രയത്നിക്കാനും ഹനുമാന്റെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കും. ഹനുമാന്റെ അമരത്വത്തിന്റെ ഈ ദിവ്യരഹസ്യങ്ങൾ പരിശോധിച്ച ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. ഇതുപോലെ താൽപര്യജനകമായ കഥകളും അന്വേഷണങ്ങളും കൂടുതൽ ലഭിക്കാൻ ഞങ്ങളോടൊപ്പം നിൽക്കൂ. നമ്മുടെ സംസ്കാരത്തിന്റെ സമ്പന്നമായ തിരികളിലൂടെയുള്ള യാത്ര തുടരാം.